പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗരം മസാല വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന രീതി നിങ്ങളെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് എന്തെല്ലാം സാധനം ആവശ്യമായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തക്കോലം ഒരു 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാതിപത്രി 6 എണ്ണം. ഇനി വേണ്ടത് 1 കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് പെരിഞ്ജീരകം. അപ്പോൾ ഇതുപോലെ ഞാൻ നിറച്ച് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു 1/4 കപ്പ് പട്ട, 1/4 കപ്പ് ഏലക്ക, 1/4 കപ്പ് തന്നെ എടുക്കുന്നുണ്ട് ഗ്രാമ്പു. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 or 4 ഉണക്കമുളക് എടുക്കുക, വറ്റൽമുളക്. ഞാനൊരു 4 മുളക് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വറുക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. ഞാൻ ചെയ്യുന്ന രീതിക്കാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഒരു പാന് ചൂടായിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ച് വറുക്കുകയാണെങ്കിൽ ഇതിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറും ആ രുചിയും മണവും എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. പാന് നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം. ഒരു 6 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാവും. ആ സമയം കൊണ്ട് നല്ലപോലെ മൂത്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ല മണം കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വറുക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ മുട്ടക്കറി, ചിക്കൻ കറി, ബീഫ്, മട്ടന്, വെജിറ്റബിൾ കറിക്കൊക്കെ ഈ ഒരു ഗരം മസാല മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി പൊടിച്ചെടുത്ത പൊടി നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടുള്ള നല്ലൊരു ബോട്ടിൽ നമുക്കിതൊന്ന് ഒട്ടും നനവില്ലാത്ത ബോട്ടിൽ വേണം മാറ്റി വെക്കാൻ. ഒത്തിരി ദിവസം ഇതൊക്കെ വെക്കുമ്പോൾ നല്ല ബോട്ടിലൊക്കെ നല്ല കഴുകി ഉണക്കിയെടുത്ത ബോട്ടിലായിരിക്കണം, അല്ലെങ്കിൽ പൂത്തു പോകും. അപ്പോൾ ഞാനിതാ വലിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂടുതലായിട്ട് മാറ്റിയിട്ട് ഒരല്പം അത്യാവശ്യത്തിനുള്ളത് മാത്രം ഒരു കൊച്ചു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മണമൊന്നും ഒട്ടും കുറഞ്ഞു പോകത്തില്ല. മറ്റത് എപ്പോഴും നമ്മൾ തുറന്ന് എടുക്കുന്ന സമയത്ത് അതിൻ്റെ മണമൊക്കെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മണമൊന്നും ഒരിക്കലും മാറിപ്പോകത്തില്ല. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.